പണ്ടെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 മണിയാകുമ്പോ നമ്മുടെ അച്ഛനും അമ്മയും വടി എടുത്തിട്ടങ്ങ് വരും. അത് മാത്രമല്ല, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ PT മാഷുണ്ട്. എങ്ങനെ മുടി മുറിക്കണം, എന്ത് ചെയ്യണം എന്നാൽ ആ PT മാഷ തീരുമാനിക്കണം. ഇപ്പൊ എന്താ കളി പിള്ളേരെല്ലാം. അത് മാത്രല്ല, ചെക്കനെ കണ്ട് ATM കാർഡ് എടുത്ത് ATM മറ്റേതായിരിക്കില്ലേ, അപ്പടെ മുങ്ങി. ഭാഗ്യം തന്നെ, അവരെ മുന്നിൽ പെട്ടുപോരുത്. സത്യം. മനോ മനോജെന്താ കണ്ടു പോകുന്നു. എന്താ കൈകൊണ്ടും കാലുകൊണ്ട് ആക്ഷൻ കളിക്കുന്നു, നാടൻ കളിക്കുക. എന്നാ മനോജെ സംഭവം എന്താന്ന്? എടാ ഇപ്പൊ പറയാൻ പറ്റടാ, ഞാൻ അറസ്റ്റിലാടാ. ആളെ പറയാ അറസ്റ്റിലാ? വിലങ്ങൊന്നും കാണാനില്ല അതിന്റെ കയ്യില്. സോറി സർ, മേരാ ദോസ്ത് ഹേ ഹൂം. സോറി, ക്ഷമിക്കണം സർ, സോറി. ഇവനെന്താ ഹിന്ദിയല്ല എപ്പോഴാ പഠിച്ച്? എടാ ആയ അറസ്റ്റിലല്ല, ഞാൻ വെർച്വൽ അറസ്റ്റിലല്ലേ. നിങ്ങളിവിടെ നിൽക്കട്ടെ, നിങ്ങളും പെട്ടുപോകും. പോയിക്കോ. വെർച്വൽ അറസ്റ്റാ? അല്ല, നീ എന്നാ നീ ചെയ്തിനി? എടാ ബിജുട്ടി, വാട്സപ്പിനകത്തൊരു ലിങ്ക് വന്നടാ, പാവങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ അത് തൊട്ടുപോയി. നോക്കുമ്പോ അവരോട് കുറച്ച് കഴിഞ്ഞാൽ ഒരു OTP അയച്ചത്. ഞാൻ OTP അയച്ചു കൊടുത്ത്. ഇപ്പം ഡൽഹിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇനി അറസ്റ്റ് ചെയ്ത് ഞാനാകെ പെട്ടുപോയിടാണ്, കാരണം ഹിന്ദി അറിയില്ല. അതിന് നീ ഇതിനെ പഠിക്കുന്നത്? നമ്മളെ ബിജുട്ടില്ലേ എല്ലാ ഭാഷ അറിയാം, നമ്മളെ മൊത്ത്. അങ്ങനെയൊന്നുമില്ല, ഒരു 5-6 ഭാഷ കൈകാര്യം ചെയ്യുന്നുള്ളൂ. നീ കണ്ടോ ബിജുട്ടി ഹിന്ദിയിൽ അലക്കുന്ന അലക്ക്? സംസാരിക്കല്ലേ എന്നാ? ഹലോ ബായ്, മായിന്റെ മനോജെ, ഇനി ഹിന്ദിക്കാരന്റെ പ്രശ്നം ഉണ്ടാവില്ല. അവന് വേണ്ടതങ്ങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നീ ചെയ്യേണ്ടത് 1930 എന്ന നമ്പറിൽ മിസ് കോൾ അടിച്ചാൽ മതി. അപ്പൊ നമ്മുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ആവും. വെർച്വൽ അറസ്റ്റ് അങ്ങനത്തെ ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നമുക്ക് ഭാഷ അറിയൊന്നും വേണ്ട. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇതിന് വായിക്കല്ലേ വേണ്ടത്. ഓക്കെ അല്ല സുഭാഷേ? ഏതായാലും അതിന്റെ ലിങ്ക് ഒന്ന് നോക്കാലോ. അത് നോക്കാലോ. നീ അതായത് നോക്കിയതല്ലേ? നോക്കാലോ. ഓ, ഇതതിന്റെ ലിങ്ക് മനോജ? ഒന്നും തുണിയില്ലല്ലോ. എടാ മനുഷ്യല്ലടാ, ചോര തീരല്ലേ. എടാ, എനിക്കൊരു മെസ്സേജ് തന്നിട്ടുണ്ട് കേട്ടോ, പാവങ്ങളെ സഹായിക്കുക.